ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള ഷെയ്ഡ് ഹെർബൽ പാർക്കിലേക്കുള്ള ഒരു ട്രാവൽ വ്ളോഗ്. അപ്പോൾ നമുക്ക് പോകാം. വയനാട്ടിലുള്ളവരും വയനാട് വിസിറ്റ് ചെയ്തിട്ടുള്ളവരൊക്കെ ഒരുവിധം കണ്ടിട്ടുണ്ടാവും ഈ പാർക്ക്. ഇത് കൽപ്പറ്റയിലെ ബൈപ്പാസ് റോഡിലാണുള്ളത്. അതായത് കൈനാട്ടിയിൽ നിന്ന് നമ്മുടെ മേപ്പാടിയിലേക്കുള്ള റോഡൊക്കെ തിരിയുന്ന അവിടെ വരെയുള്ള ആ ബൈപ്പാസിൻ്റെ നടുഭാഗത്തായിട്ടാണ് ഈ ഒരു പാർക്കുള്ളത്. ഇത് സിഒ മാത്യു ഫൗണ്ടേഷൻ നടത്തുന്ന ഒരു പാർക്കാണ്, ഹെർബൽ പാർക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ എൻട്രി ഫീസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. കൊടുക്കാതിരിക്കുകയോ ചെയ്യാം, നമ്മുടെ ഒരു ഇഷ്ടമാണ്. അത് ഓരോ എമൗണ്ടും നമുക്ക് തോന്നുന്ന പോലെയൊക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ തന്നെ ഒരു നിർബന്ധമില്ലാത്തതുകൊണ്ട് ആളുകളൊക്കെ ഒരുപാട് ഡൊണേഷൻ പോലെ കുറച്ച് കൂടുതൽ ക്യാഷൊക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത്. അപ്പോൾ ഇതിന് ചുറ്റും നമുക്ക് ചായത്തോട്ടവും പിന്നെ കാപ്പിത്തോട്ടവും ഒക്കെയാണ്. അപ്പോൾ ഈ കയറി ചെല്ലുന്ന ഭാഗത്തുള്ള ഈ വ്യൂ ആണിത്. ഒരുപാട് ചെടികളുണ്ട് ഇവിടെ, പല വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ അവർ സെയിലിന് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ബോഗൻവില്ലയുടെ ഇത്രയും ഭാഗങ്ങളും പിന്നെ ഒരുപാട് ചെടികൾ വേറെയുണ്ട്, നമുക്ക് അറിയുന്നതും അറിയാത്തതും ഒക്കെ ആയിട്ട്. ഇതൊക്കെ സെയിലിന് വെച്ചിരിക്കുന്നതാണ്. ഈ അപ്പർ റോയിൽ കാണുന്നതാണ് നമ്മുടെ വാട്ടർ ബാമ്പു എന്ന് പറയുന്ന ചെടി. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മലപ്പുറത്തെ കാലാവസ്ഥയിൽ അത് അങ്ങോട്ട് പിടിച്ച് കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മൗറീഷ്യസ് ഹെമ്പ്, പിന്നെ സ്നേക്ക് പ്ലാന്റ്, അതിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഒരുപാട്. പിന്നെ ഈ ഇങ്ങോട്ട് കേളി പിങ്ക്സ് ഒക്കെ ഉണ്ട്. ഇത് മുറികൂട്ടിയാണ്. മുറികൂട്ടി ഇങ്ങനെ ലാൻഡിൽ ഒരുപാട് പടർത്തി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരുപാട് വലിയൊരു ഏരിയയാണ്, പക്ഷെ ഒത്തിരി കാഴ്ചകളൊന്നുമില്ല. നമുക്ക് ഈവനിങ് ടൈമൊക്കെ പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. 2 വർഷം മുമ്പാണ് ഞങ്ങളിവിടെ ആദ്യം വരുന്നത്. അപ്പോൾ ഇതിനേക്കാളും ഒരുപാട് ഏരിയകളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ ഹട്ടും കാര്യങ്ങളൊക്കെ കുറേ നശിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു കേജിൽ ഒരുപാട് സ്വാൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് അരയന്നങ്ങളും വർണ്ണ തത്തകളും പഞ്ചവർണ്ണ തത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ കുറവായിട്ടുണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ റൈഡ്സ് ഉണ്ട്, ചെറിയ ചെറിയ റൈഡ്സ്, ചെറിയ പാർക്കിലുണ്ടാകുന്ന ചെറിയ റൈഡ്സും സ്ലൈഡ്സും ഒക്കെ. പിന്നെ ഈ ഒരു ഗ്രാസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ അതായത് ഒരു സ്ലൗപ്പായിട്ടുള്ള ഏരിയയിൽ കംപ്ലീറ്റ് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഗ്രാസാണ്. ഈ ഗ്രാസ് അവരവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. 10 രൂപ മുതൽ അതിൻ്റെ വിലയുണ്ട്. പിന്നെ ചെടികളെല്ലാം തന്നെ നല്ല ഗ്രോണാണ്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. എല്ലാം കേളി പിങ്കിൻ്റെ തന്നെ വേറെ വെറൈറ്റീസ് ഒരുപാടുണ്ട്. ഇതൊക്കെ ക്രോട്ടൻ്റെ കുറേ വെറൈറ്റീസാണ്. ഇതിൻ്റെ ഒന്നും ഇൻഡിവിജ്വൽ പേരെനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് നമ്മുടെ ഡ്രാസിനയാണ്, ഡ്രാസിനയുടെ ഹൈറ്റ് വെച്ച് പോകുന്ന ഇനം. ഇത് ക്രോട്ടൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതും ക്രോട്ടൻ്റെ വെറൈറ്റി തന്നെയാണ്, വെരിഗേറ്റഡ് ലീവ്സ് ഉള്ളത്. വേറെ സെപ്പറേറ്റ് പേരുണ്ടോയെന്ന് അറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. എല്ലാ പ്ലാന്റ്സും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുന്നത് ഒരു ഉച്ച സമയത്താണ്, 1 മണി സമയത്തൊക്കെ. പക്ഷെ എന്നാൽ പോലും ഒരു വാട്ടമൊന്നും ചെടികൾക്കൊന്നും ഇല്ല. 2 വലിയ പോണ്ടുണ്ടായിരുന്നു. ആ പോണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഫിഷൊക്കെ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. മുകളിലൂടെ ഒരു വാക്ക് വേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും യൂസ് ചെയ്യാത്തൊരു അവസ്ഥയിലാണ്. കുട്ടികൾക്കുള്ള സ്ലൈഡിലൊക്കെ മോൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ കുറേ പ്ലേ ടൈം, അവന് വേണ്ടിയിട്ടാണ് ശരിക്കും ഞങ്ങൾ അന്ന് ഇവിടെ പോയത്. കുറേ സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് ഊഞ്ഞാലുകളുണ്ട്. എല്ലാം പേര് പോലെ തന്നെ ഷെയ്ഡുള്ള സ്ഥലം തന്നെയാണ്, എല്ലാം തണലാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം, ഒരുപാട് സമയം സംസാരിച്ചിരിക്കാനോ ഇനി ഫാമിലിയായിട്ട് ഒരുമിച്ച് വന്നിരിക്കാനോ ഒക്കെ പറ്റിയ നല്ലൊരു ഏരിയ ആണിത്. ഇത് വാട്ടർ ബാമ്പുവിൻ്റെ ഹൈറ്റ് വെച്ചിട്ടുള്ള ഇനമാണ്. അപ്പോൾ ഇതിനൊരു 300 to 400 ആണ് അവിടെ റേറ്റ് എഴുതിയിട്ടുള്ളത്. ചെറിയ ബണ്ടിലായിട്ടുള്ളതിന് 100 മുതൽ വില തുടങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ ലക്കി ബാമ്പു ആണ്. ലക്കി ബാമ്പു വാളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ലക്കി ബാമ്പു ഇങ്ങനെ ഹൈറ്റ് വെച്ചിട്ടുള്ളതിൻ്റെ ഒരു വേറെ വിഷ്വൽസ് ഉള്ള വീഡിയോ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ലക്കി ബാമ്പുവിൻ്റെ തന്നെ വെരിഗേറ്റഡ് വേർഷനാണ്. ഇത് അത്ര തിക്കായിട്ട് വന്നിട്ടില്ല. ഇനി അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഒരു വാൾ പോലെ വരും. ഈ താഴെയുള്ള പോട്ടുകളിലൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാക്ടസ് ആണ്. ഇപ്പോൾ നമ്മൾ യൂഷ്വലി കാണാത്ത ടൈപ്പ് കാക്ടസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് അത്ര മെയിൻറ്റെയിൻഡ് അല്ല. ഈ ഒരു വെറൈറ്റി ഒന്നും നമുക്കത്ര കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതത്ര ഒരു കെയർ ചെയ്തിട്ട് വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതോ ഇനി മഴയൊക്കെ ആകുമ്പോൾ വെള്ളം വീണിട്ടാണോ അത് അധികം വളർന്നിട്ടില്ല. കാക്ടസിനൊട്ടും വെള്ളം വേണ്ടല്ലോ.
പിന്നെ നമുക്ക് പിക്ചർ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് വിഷ്വൽസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഗൊറില്ലയുടെ അടുത്ത് ഞാനും മോളും ഒന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ ഞാനത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒത്തിരി ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കണ്ടിട്ടില്ല. നല്ല അട്രാക്റ്റീവാണ് എല്ലാ പ്ലാന്റ്സും. റോക്കൊക്കെ നാച്ചുറൽ റോക്ക് തന്നെയാണ്. ഒരു ചായത്തോട്ടത്തിൻ്റെ ഏരിയ ആയതുകൊണ്ട് അവർ ആ റോക്കെല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വെയിലായതുകൊണ്ട് ഇവിടെയൊന്നും നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഈ ഒരു സൈഡിൽ ഫുള്ള് നല്ല മഹത്വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമിയുടെയൊക്കെ, വില്യം ഷേക്സ്പിയറിൻ്റെയൊക്കെ ഉണ്ട്. അങ്ങനെ പല പല നല്ല വാചകങ്ങളൊക്കെ ഈ സൈഡ് ഫുള്ളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നടക്കാൻ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഈ ഒരു ഗ്രാസിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. താഴത്തേക്കുള്ളൊരു വഴിയുടെ 2 സൈഡിലും ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ ലക്കി ബാമ്പു ഉണ്ട്, നല്ല ഹൈറ്റായിട്ട് പോയിട്ട്. പിന്നെ ധാരാളം മരങ്ങളുണ്ട്. ആകാശം മൂടി നിൽക്കുന്ന തരത്തിൽ നമുക്ക് അത്രയും വെയിലിൻ്റെ ഒരു അല്പം പോലും എത്താത്ത പോലെ, ഇതിൻ്റെ പേര് പോലെ തന്നെ നല്ല ഷെയ്ഡ് തരുന്ന ഒരു കാമൻ കൊയ്റ്റായിട്ടുള്ളൊരു പാർക്കാണ്. നല്ല വെയിൽ, പിന്നെ പ്ലേ ഏരിയയിലൊക്കെ നന്നായിട്ട് വെയിലുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് മേലെ കയറി നടക്കുന്ന വഴികളിലൊക്കെ ആയിട്ട് വിശ്രമിക്കുകയാണ്. ഒരുപാട് റോക്കൊക്കെ ഉള്ള ഏരിയയിൽ. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പോണ്ടുകളുണ്ട്. ആ പോണ്ടിലൊക്കെ നല്ല ഫിഷസും ഉണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചറിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഫിലോഡെൻഡ്രോൺ കാണുന്നുണ്ടാവും. അതും അതിൽ പോലെ ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത്. ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ചേച്ചിയുടെ മക്കളും കൂടെ ഉണ്ടായിരുന്നു. ഓരോ ഫോട്ടോസും ഓരോ മെമ്മറീസ് ആണല്ലോ, നമ്മുടെ പഴയ പഴയ ഓർമ്മകളുടെയും. ഒരുപാട് കാലം കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തരുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവും ഓരോ ഫോട്ടോകളിലും. ഉച്ച സമയമായതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നുമില്ല. വൈകിട്ടൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിലക്കുറവിലാണ് കിട്ടിയത്. അപ്പോൾ സിങ്കോണിയമൊക്കെ വിത്ത് പോട്ട്, അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുള്ള സിങ്കോണിയമൊക്കെ 70 രൂപയ്ക്കൊക്കെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഗ്രാസ് മേടിച്ചു, അത് 10 രൂപ വെച്ചിട്ടാണ് 3 പാർട്ടായിട്ട് വാങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.